എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ റംസാൻ മുബാറക്ക്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മധുരം വെച്ച കോഴിയാടയാണ്. എല്ലായ്പ്പോഴും എല്ലാവരും എരിവുള്ള കോഴിയാടാണ് ഉണ്ടാക്കാറ്. മധുരം വെച്ച കോഴിയാടക്ക് നമ്മൾ വിചാരിക്കും ഒരു ടേസ്റ്റുമില്ലെന്ന്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലവണ്ണം ചൂടായി വന്നിട്ട് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തത്. ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് എത്രയാണ് നമ്മൾ കോഴിയാട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കേണ്ടത്. ഇത് ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ പഞ്ചസാര ഷുഗർ പൊടിച്ചെടുത്തതാണിത്. മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. ഇതിൽ ഞാൻ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഇത് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇട്ടത് ഏലക്കായൻ്റെ പൊടിയാണ്. ഇനി ഇത് നല്ലവണ്ണം ചുവന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ചുവന്ന് വരണം. അധികം ഇത് തേങ്ങ അരക്കുന്ന പോലെ ആയിപ്പോയത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഒരു കോഴിയാട നമ്മൾ തിന്നുമ്പോൾ സ്പോഞ്ച് പോലെ അങ്ങായിപ്പോവും തീരെ വറവ് കുറഞ്ഞാൽ. ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് തേങ്ങയുടെ അളവനുസരിച്ചുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തത്, തേങ്ങയുടെ പകുതി. ഇതിനി നമുക്ക് നല്ലവണ്ണം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ചുവന്ന് വന്നാലാണ് എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ കോഴിയാട കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും, ഉറപ്പുണ്ടാവുകയില്ല. അതിനുകൊണ്ടാണ് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള കോഴിയാടിയാണ്. നമ്മൾ വിചാരിക്കും മധുരം ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. ഇതിൽ ഏലക്കായൻ്റെ പൊടിയുടെ ആ മണമൊക്കെ വരുന്നുണ്ട്. പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കൂടുതൽ അടുപ്പത്ത് വെച്ചാൽ ഈ പഞ്ചസാര അധികം ഉരുകി വരും. അതുകൊണ്ട് ഇത് നമുക്കിനി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇറക്കി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് വറുത്ത് വെച്ച മസാല തേങ്ങയുടെ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കാം. ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇത് അല്പമാണ് ഇട്ടിട്ടുള്ളൂ. വെള്ളം പാർന്ന് കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെ അളവനുസരിച്ചാണ് എടുക്കേണ്ടത്. നമ്മൾ എത്ര കോഴിയാട് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചാണ് മൈദയും തേങ്ങയും ഒക്കെ എടുക്കേണ്ടത്. ഇത് ഞാൻ എപ്പോഴും റമദാൻ മാസത്തിൻ്റെ തലേ ദിവസം എപ്പോഴും ഞാൻ കോഴിയാട് ഉണ്ടാക്കി വെക്കാറുണ്ട്. എപ്പോഴും എരിവുള്ളതും മധുരമുള്ളതും രണ്ടും ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം മധുരമുള്ളത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, എരിവുള്ളത് ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പകുതി മധുരമുള്ളതും പകുതി എരിവുള്ളതുമാണ് ഉണ്ടാക്കിയത്. ഇത് നോമ്പിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇത് ഞാനൊരു ചപ്പാത്തി പലകയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് പാത്രത്തിന് കുഴക്കുന്നതിന് നല്ല സൗകര്യം കിട്ടും. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലവണ്ണം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുമ്പോൾ തന്നെ ഒരു പ്രയാസവും ഇല്ല. വെറും ഉപ്പും ഒരു വെള്ളവും മാത്രമേ ആവശ്യമുള്ളൂ. അതെല്ലാം വേണ്ടതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഓരോരു ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇത്തിരി പൊടിയിട്ട് കൊടുത്ത് പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് കൊണ്ട് നല്ലവണ്ണം ഇത് പരത്തിയെടുക്കാം. ഇതൊരു നല്ലൊരു നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നോമ്പ് തുറക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് കോഴിയാട. ചിലവരൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കാത്തവരും എരിവറ്റാത്തവരും ഒക്കെ ഉണ്ടാകും. അവർക്കൊക്കെ നല്ലൊരു ടേസ്റ്റിയായ കോഴിയാടിയാണ്. നമുക്കിനി ഈ ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കാം. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇതിൽ ചെറുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം. എൻ്റെ അടുത്ത് ഇത്ര വലുപ്പമുള്ളതാണുള്ളൂ. ഇത് കോഴിയാടക്ക് ഒത്തൊരു ഗ്ലാസ്സാണ്. ഇതിങ്ങനെ ഗ്ലാസ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം ഓരോന്ന്. ഇത് മുറിക്കുന്നതിനനുസരിച്ച് വേറൊരാളിരുന്ന് ഇതിൻ്റെ വക്കിങ്ങനെ തിരച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ തിരക്കാൻ കിട്ടുകയുമില്ല, പിന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും ഉണങ്ങിയിട്ട്.
അങ്ങനെ മസാലയൊക്കെ പുറത്ത് വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നതിനനുസരിച്ച് വേറൊരാൾ ഇതിങ്ങനെ മസാല നിറച്ച് തിരക്കണം. ഇതിൻ്റെ ബാക്കി നമുക്ക് ഇതിൽ നിന്നെടുത്ത ബാക്കിയും കൂടി നമുക്ക് അതിൻ്റെ കൂടെ കുഴച്ചെടുക്കാം. ഇങ്ങനെ മസാല വെച്ച് ഓരോന്നും ഇങ്ങനെ നല്ലവണ്ണം അമർത്തി കൊടുക്കുക. ഇങ്ങനെ തിരച്ചെടുക്കാം. നമ്മളിത് പരത്തുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് നിന്ന് വേഗം ഇങ്ങനെ തിരച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇത് ആറിയിട്ട് പിന്നെ തിരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ മസാല മൊത്തം പുറത്ത് ഇളകി വരും. ഇങ്ങനെ ഓരോന്നും നമുക്ക് തിരച്ച് വെച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് തിരച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ലവണ്ണം അമർത്തി കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടി ഒട്ടി നിൽക്കും. എന്നിട്ടാണ് നമ്മളിത് തിരച്ചെടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് തിരച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരുത്തർ പരത്തുമ്പോൾ വേറൊരാളിതിങ്ങനെ തിരച്ച് കൊടുക്കണം. നമുക്ക് ഇനി ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങനെ തിരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊരിച്ചെടുക്കാം. ഇത് അതുപോലെ തന്നെ അടുപ്പത്ത് വെച്ച് പൊരിക്കാനും നമ്മൾ താമസിക്കരുത്. അതിന് താമസിച്ചാൽ ഇത് വക്കൊക്കെ ഉണങ്ങി പൊട്ടി നാശമായിപ്പോവും. ഒരു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കോഴിയാട ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. ഇടുമ്പോൾ തന്നെ ചുവന്ന് കറുത്ത് പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കണം. ഇതൊരുപാട് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുകയും ഇല്ല. ഇത് മുങ്ങാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെക്കണം. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് എടുത്തത്. അതാണ് നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ്. ഞങ്ങളിങ്ങനത്തതൊക്കെ നോമ്പിൻ്റെ തലക്ക് ദിവസം എല്ലാ കൊല്ലവും ഉണ്ടാക്കി അവിടെ വെക്കും. നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഒരു പാത്രത്തിലോ അളവിലോ ഭരണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂടറപ്പുള്ള എന്തെങ്കിലും ഇട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചാൽ നമുക്ക് നോമ്പ് കഴിയോളം എടുക്കാനുണ്ടാകും. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ കൂടുതൽ നോമ്പിൻ്റെ തലക്ക് ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ്. സാധാരണ റമദാൻ മാസത്തിൽ ഞാൻ വീഡിയോ എടുക്കാറില്ല. ഇത് തലേ ദിവസം എടുത്തു വെച്ചത് ഒരു 2-3 വീഡിയോ ഉണ്ടായിരുന്നു. ബാക്കി കൂടി നമുക്കിങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവർക്കും വീട്ടിലുള്ള കുട്ടികൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇറച്ചിയും എരിവൊന്നും പറ്റാത്തവർക്കൊക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. ആർക്കും പുറത്തൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കോഴിയാട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കണം. സപ്പോർട്ട് ചെയ്യുക. വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണും വരെ